മാം യെസ്, ഈ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ചർച്ച് ക്ലാസിക്സ് അത് ജോർജ് മേനച്ചേരിയുടെ അല്ലേ? അത് അപ്പുറത്തെ സെഷനാ, ഞാൻ എടുത്തു തരാം. ഓക്കെ മാം. ആഹാ, ഇവിടെ വിളിച്ചേക്കാണല്ലേ കള്ളി. മോളെ ബുക്ക് കിട്ടിട്ടോ? ആ ചിരിണ്ട്. ഓ മേരി ഫിക്സ്. ഹായ്, എനിക്ക് കുട്ടിയുടെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. എനിക്കറിയാം കുട്ടിക്ക് എന്നെ ഒരുപാട് 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 ഇഷ്ടമാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെയല്ല, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടതെന്ന് ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലെന്റെ ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം കുട്ടിക്ക് എന്നോടുള്ള ഇഷ്ടത്തിന്റെ ഇഷ്ടത്തോടുകൂടി വായിച്ചു നോക്ക്, ഇഷ്ടപ്പെടും. താൻ ഏത് കാലഘട്ടത്തിലാ ജീവിക്കുന്നത്? കുറച്ചെങ്കിലും മെച്ചൂരിറ്റി ഉണ്ടാവണം. ഇഷ്ടം പറയാൻ വന്നിരിക്കുന്നു, കഷ്ടമുണ്ട്. വഴി മാറും, എവിടെ ചെന്നാലും ഇവിടെ ആണല്ലോ. മാം, ഇതല്ലേ ബുക്ക്? താങ്ക് യു മാം. ഓക്കെ. മേരി അല്ലേ? മേരി എന്താ ഇവിടെ? അപ്പ അകത്താരാ? ക്ലാര. ക്ലാര? ആഹാ, അപ്പ ശരി. അപ്പ ലൈല അകത്തുണ്ട്. ആ ദൈവം, അവൻ പെട്ട്. ക്ലാര ആരാണവള്? എനിക്ക് പറ്റിട്ടില്ല എന്ന് പറയാനായിട്ട് ആരാണവള്? മേരി പോ. ലൈലു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? എനിക്കറിയാം ലൈലുവിന് എന്നോട് ദേഷ്യാണെന്ന്. അല്ല, അതിപ്പോ ആർക്കായാലും ദേഷ്യം വരും. അന്ന് ആ സിറ്റുവേഷനില് ലൈലുവിന് വിഷമാവാണ്ടിരിക്കാനാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞേ. സത്യം പറഞ്ഞാ വിശ്വസിക്കോന്ന് അറിഞ്ഞൂടാ, എന്നാലും ഞാൻ പറയാം. എനിക്ക് ചൊവ്വാദോഷാണ്, സത്യായിട്ടു. അതിന് നീ ഏതാണ്? ലൈലു ഞാനാ, സരോജാദേവി. ആരാണ് നീ? ഏതാണ് നീ? മാറിക്കങ്ങട്. അവളുടെ അച്ഛനെ ചൊവ്വല ലോട്ടറി ടിക്കറ്റ് കൊടക്കള്ളി. ഇന്നൊരു സംഭവം ഉണ്ടായി. എന്ത്? ഞാൻ നിന്നോട് എപ്പോഴും പറയാറില്ലേ ഒരു ചേട്ടനെ പറ്റി. ഏത്? ആ പൊളിയൻ ചേട്ടനാ? ആ സുരേട്ടൻ. പുള്ളി വന്ന് ഇഷ്ടമെന്ന് പറഞ്ഞു. ആരോട്? നിന്നോടാ? എന്നോടല്ല, അവളോട്. ക്ലാരനോടാ? ആ, എന്നിട്ട് അവളെന്ത് പറഞ്ഞു? അവളെ ആട്ടി വിട്ടെന്ന് തോന്നുന്നു. പാവൻ ചേട്ടൻ. നല്ലതല്ലേ? അവളുടെ എൻഗേജ്മെന്റ് ഒക്കെ അല്ലേ വരുന്നത്? എനിക്ക് ഇഷ്ടമല്ല അയാളെ. മോഹനൻ അല്ലൊരു മോരടനാ. അസുരേട്ടൻ പൊളിയാണ്. പുള്ളി ക്ലാരനെ കോളേജിൽ വന്നപ്പോ തൊട്ടുള്ള നോട്ടാ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, അതും പറഞ്ഞ് നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? ഈ നാട്ടിൽ വന്ന ശേഷം ലൈഫിനൊരു ത്രില്ലില്ലായിരുന്നു. ഇനി ഇതങ്ങ് സെറ്റ് ആയെങ്കിൽ ഫുൾ അഡ്വഞ്ചർ ആയിരിക്കും. അടിയും ഇടിയും ഡാൻസും പാട്ടും നല്ല രസമായിരിക്കും അല്ലേ? എന്താണ് രണ്ടുപേരും? ചെറിയൊരു പ്രശ്നമുണ്ട്. ഇന്ന് പ്രാക്ടീസ് ഒന്നുമില്ല മേരി. ടൂർണമെന്റിങ് അടുത്തു. ഗെറ്റ് റെഡി. ആദ്യം ക്ലാരയൊക്കെ അടിക്കണം, പപ്പ സമ്മതിക്കണം, പിന്നെ പപ്പയൊക്കെ ആണെങ്കിൽ ക്ലാരയൊക്കെ ആവും. ആവുമായിരിക്കും. മാധവ്, അതൊരു പ്രശ്നമാ. എന്ത് പ്രശ്നം വന്നാലും അതിനെ നേരിടാനുള്ള ധൈര്യം വേണം. അത് പുള്ളിക്ക് ആവശ്യത്തിനുണ്ട്. പുള്ളി മാസല്ലേ. ആ നോക്കിക്കോളാ. കളഞ്ഞത് എല്ലാത്തിനും ഞാൻ തന്നെ വേണം. എടാ ഫിഫു, ഇതിലോട് ചക്കക്കുരു ഇടാൻ പറഞ്ഞു. ഓ ശരി. മോശമൊന്നുമല്ലല്ലോ, നല്ലതൊക്കെയാണ്. ഒന്ന് കഴിച്ചു നോക്കിയേ. എന്നാ നീ മിണ്ടരുത്. അവളുടെ ചേച്ചിയുടെ മുമ്പിലേ ഞാൻ മണ്ടനായി പോയി. നീ ഒട്ടുവരുത്താൻ കാരണമാണ് തെണ്ടി. ഞാൻ എന്ത് ചെയ്തെന്നാണ്? അവരൊരേ ഒല്ലിക്കണേ, ഞാൻ എന്ത് ചെയ്യാനാണ്? അതെന്താന്നറിയോ, എന്റെ ഉഷ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ട്വിൻസ് ആണെങ്കിലേ ഒരേപോലെ ഇരിക്കത്തുള്ളൂ. അതൊരു പുതിയ അറിവാണ്. വാ, ഒരു കാര്യം ചെയ്യ്, ഈ ചക്ക എഴുന്നിട്ട് മിണ്ടാതിരി. ക്ലാര എന്നാലും എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? നാളെങ്കിലും മേഴ്സി ടീച്ചർ ഒന്ന് ക്ലാസ്സിൽ കയറ്റിയാൽ മതിയായിരുന്നു. നാളെ കുറച്ച് ചക്കയായിട്ട് പോയാലോ? ചക്കക്കുരൊക്കെ ഇട്ടിട്ടുണ്ട്. അതും പറഞ്ഞ പരാതി പറയാൻ നിൽക്കണ്ട. മേരിയ ചേട്ടൻ നല്ല പണിയാ കാണിച്ച. എന്താ പെട്ടെന്ന് പോയി കളഞ്ഞ? ഞാൻ കൊറേ നോക്കി. ഹായ് ചക്ക. ഞാൻ വായിക്കട്ടെ? കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? അതൊക്കെ മനസ്സിലായി. അത് ഞാൻ മേരിയാന്ന് വിചാരിച്ച് ക്ലാര ഒന്ന് പറയാണ്ട് പറ്റിപ്പോയതാ, സോറി. എന്ത് പ്രശ്നം വന്നാലും കട്ടയ്ക്ക് കൂടെ നിൽക്കുവോ? മേരി എന്റെ കൂടെ വെക്കോ? ചേട്ടന്റെ കൂടെ ഞാൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും പോട്ടെ പോലെ നമുക്ക് ഇടിച്ചേക്കാം. പക്ഷെ അതല്ലല്ലോ പ്രശ്നം. എന്താ പ്രശ്നം? മെയിൻ ആയിട്ട് 3 കാര്യങ്ങളുണ്ട്. 1, ചേച്ചിക്ക് ഇഷ്ടപ്പെടണം, പപ്പയ്ക്കും ഇഷ്ടപ്പെടണം, എന്നല്ല സമ്മതിക്കും. 2, മാമോദിസം മുങ്ങണം. മാമോസിയ? ഞാനാ? അപ്പൊ മൂന്നാമത്തെ? 3, തേക്കൊണ്ട് പഠിക്കണം. മറ്റേ ഡിഷും. ചക്ക തീർന്നോ? നല്ല കിളിച്ചോട്ടും ചക്കയാണ്, ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. പോട്ടേട്ടാ.
ആരത്? മേരി. മേരിയ? അവളെന്തിപ്പോ ഇങ്ങോട്ട് വന്നേ? അവൾക്ക് ഒരാളെ ഇഷ്ടാണെന്ന്. ആ ആരെ? മേരി നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ? എന്റെ കൂടെ ഉണ്ടാവുമെന്ന് ചോദിച്ചു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, നമ്മൾ ഇഷ്ടപ്പെടേണ്ട ആളെയല്ല നമ്മൾ നിർത്ത് ഇഷ്ടപ്പെടാൻ. അവൾക്ക് പക്ഷേ കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട്. എന്ത് ഡിമാൻഡ്? ആ എന്ത് ഡിമാൻഡ്? എടാ ആദ്യം തന്നെ അവളുടെ ചേച്ചിക്കും അച്ഛനും എന്നെ ഇഷ്ടപ്പെടണം. അതിനെന്ത് കുഴപ്പം? നാളെ നീ ആ വീട്ടിലേക്കല്ലേ കയറി ചെല്ലണ്ടേ? അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടണ്ടേ ആയിട്ടുള്ള കാര്യം അല്ലേ? ആ പിന്നെ അവൾ പറഞ്ഞു മാമോസ് വാങ്ങണമെന്ന്. ആര്? ഞാൻ തന്നെ, പിന്നെ വേറെ ആര്? ഇപ്പൊ നടക്കും. ദേ ഇങ്ങോട്ട് നോക്ക്. ആ, എന്റെ മേരി ഏതിന്റെ ഭാഗ്യം. ആ. വല്ല മൈമുനെയും ഫാത്തിമാരും നീ പെട്ടുപോയനെ. ആ റിസ്കിന്റെ കാര്യം പറഞ്ഞപ്പോ മൂന്നാമത്തെ കാര്യത്തിൽ റിസ്കാ. എന്താ? എടാ എന്നോട് തൈക്കോണ്ട പഠിക്കാൻ, ഞാൻ എന്തിനാണോ തൈക്കോണ്ട പഠിക്കണേ? മനസ്സിലാവുള്ളൂ. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, മേരി ചിലപ്പോ ഉദ്ദേശിക്കുന്നത് നീയും മേരി അടങ്ങുന്ന ഒരു കൊച്ചു മാർഷൽ ആർട്സ് കുടുംബം അല്ലേ? എനിക്ക് കുഴപ്പമൊന്നും തോന്നല്ല. എന്തെങ്കിലും കുഴപ്പം തോന്നണ്ട? എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ല. ശരിയായിരിക്കും അല്ലേ? ഇങ്ങനെയായിരിക്കുമല്ലോ ഓരോരുത്തർ നമ്മുടെ ലൈഫിലേക്ക് ഇടിച്ചേറി വരുന്നത്. അല്പം പിടിവാശി ഉണ്ടെങ്കിലും ആളൊരു പാവാണല്ലോടാ ഫിഫു. പഞ്ചപാവം.